യേശു പീലിപ്പോസിനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ. ആ പോക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പുതിയൊരു കാഴ്ചയായിരുന്നു. ആ പോക്കിലേക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും കാലം ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളാണ് മുമ്പിൽ നടക്കുന്നത്. ആ എക്സൈറ്റ്മെൻറ്റിൽ അയാൾ ഓടിച്ചെന്ന് പറഞ്ഞ് നഥാനിയേലിൻ്റെ അടുത്താണ്. അയാളത്തോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു കേട്ടാ. ഉടനെ പരിഹാസത്തോടെയാണെന്ന് തോന്നുന്നു നഥാനിയേൽ ചോദിച്ചു, ഇസ്രായേലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവോ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ തരവില്ല. വലിയൊരു കാത്തിരിപ്പാണ്. ആ കാലഘട്ടത്തിൽ മിശിഹ വന്നു എന്ന് പറഞ്ഞ് കുറേയധികം പേര് ആ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇയാളെയും കൂടി ഞങ്ങൾ വിശ്വസിക്കണോ? ഇതും പറ്റിപ്പാണെങ്കിലോ? അതുകൊണ്ട് അയാൾ ചോദിച്ചു, പുതിയ നന്മ വല്ലതും ഉണ്ടാവോ? അപ്പോൾ ഉടനെ ഫിലിപ്പോസിന് വലിയ ഉത്തരവൊന്നുമില്ല, നീ വേണമെങ്കിൽ വന്ന് കാണ്. അതായിരുന്നു ഉത്തരം. ആ ഉത്തരത്തിനിടയിൽ അയാൾക്കൊരു എക്സൈറ്റ്മെൻറ്റായി. അയാളും വന്ന് കണ്ടു. ആ എക്സൈറ്റ്മെൻറ്റിൽ വെറുതെ കാണാമെന്ന് വിചാരിച്ച ആൾ കാണും മുമ്പേ അവനോട് കർത്താവ് സംസാരിച്ചു. എനിക്കിതിന് മുമ്പേ അറിയാം, ഇതാണ് നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരെന്ന് ക്രിസ്തു അവനെക്കുറിച്ച് പറഞ്ഞു. അത് എടപ്പോൾ ഞെട്ടി. ആ എക്സൈറ്റ്മെൻറ്റ് ഒരു ഞെട്ടലായി മാറി, പിന്നീട് ഒരു എക്സ്പീരിയൻസായി മാറി. അപ്പോൾ അവൻ ചോദിച്ചു, നിനക്കെന്നെ അറിയുമോ? അവൻ പറഞ്ഞു, മുമ്പേ എനിക്ക് നിന്നെ അറിയാം. അത്തിമരത്തിൻ്റെ ചോട്ടിരിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയാം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുമാത്രം മ്യൂച്വലി കണക്റ്റഡാണ് കാര്യങ്ങൾ പോണത്. വെറുതെ ഒരു സംശയത്തിൻ്റെ പിന്നിൽ പിന്നീട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൽ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി വന്ന ആൾ പിന്നീട് അയാളായിട്ട് അവസാനം സംസാരിച്ചത് സ്വർഗത്തിലെ കാര്യങ്ങളാണ്. സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതൊക്കെ കുറിച്ച് യേശു അയാളോട് സംസാരിച്ചു. ഇന്ന് സഭ ബർത്തലോമയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ ശിഷ്യന്മാരും യേശുവിൻ്റെ പിന്നാലെ ആദ്യം പോയത്. പക്ഷെ പിന്നീട് കണ്ടതൊക്കെ അനുഭവങ്ങളായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റ് പിന്നീട് സാക്ഷ്യമായിട്ടൊക്കെ മാറി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ തുടക്കത്തിലുണ്ടായിരുന്നൊരു എക്സൈറ്റ്മെൻറ്റ് പിന്നീട് നമുക്ക് മാറിയോ? അതോ ആ പെരിഫറൽ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണോ ഇപ്പോഴും നമ്മളിരിക്കുന്നത്? അങ്ങനെ അതിൽ മാത്രം നിന്ന് അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മൾ, അതിനപ്പുറത്തേക്ക് ചാടിക്കിടക്കേണ്ടവരാണ്. അങ്ങനെ ചാടിക്കിടക്കാൻ ക്രിസ്തു അവരെ സഹായിച്ചിട്ടുണ്ട്. അവനറിയും മുമ്പേ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ യേശു സംസാരിച്ചു. കണ്ടിട്ട് പോകാനുള്ളവരല്ല നമ്മൾ, കണ്ട് സാക്ഷ്യം വഹിക്കാനുള്ളവരാണ്. വെറുതെ കണ്ടിട്ട് പോകാനാണ് ആരെങ്കിലും ഇവിടെ വരുന്നതെന്ന് കരുതിയാൽ അവർക്കുള്ള ഇടമല്ല ശിഷ്യത്വം, മറിച്ച് കണ്ടിട്ട് അവനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.